നാളെ വിഷു. അപ്പം നമുക്ക് ഇന്ന് ഒന്ന് അമ്പലത്തിലേക്ക് പോകണം, സംക്രമമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിലെത്തിയത് ഒരു അച്ചാച്ചൻ മുല്ലപ്പൂ വെക്കുന്നുണ്ട്. അപ്പം മോളെ കണ്ടാട് വേഗം അച്ചാച്ചൻ നമ്മൾ വാങ്ങാൻ പോയതാണ്. അപ്പം പറഞ്ഞു പൈസയൊന്നും വേണ്ട, മോക്ക് വേണ്ടിയിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് പൈസയൊന്നും വാങ്ങാണ്ട് ഒരു കഷ്ണം മുല്ലപ്പൂ തന്നിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴത്തേക്ക് അതാ മൊത്തത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് ഇത്രയും ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. അപ്പം പിന്നെ നമ്മളും വേഗം ക്യൂവിലേക്ക് തന്നെ കയറിയിട്ട് വേറെ ഒന്നും നോക്കിയിട്ട് വേഗം ക്യൂ കയറി. ക്യൂവിൽ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല, വേഗം കുറച്ച് സമയം നിന്നു. കുഞ്ഞോടനാണെങ്കിൽ നല്ല പനിയും ഇങ്ങനെ ഒരു ക്ഷീണം പോലെ ആയതുകൊണ്ട് ആൾക്കൊരു ഉഷാറും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അമ്പലം തൊഴുതു. ഇനിയിപ്പം ചന്ദനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് എത്തുമ്പോൾ കുഞ്ഞു കുഞ്ഞു ചന്തയുണ്ട്. ശരിക്കും നമ്മൾ പയ്യന്നൂർ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകുന്ന സമയത്ത് ഫുള്ള് ഒന്നും പറയേണ്ട, ആളും ബഹളും ഒന്നും പറയേണ്ട അത്രയും ഉണ്ടാകുന്നുണ്ട് ഓരോ സൈഡിലിതാ. ഇന്നിപ്പം വിഷു ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സൈഡിൽ ചക്കയും മറ്റേ നമ്മൾ മാങ്ങയും അടയ്ക്കയും കൊന്നപ്പൂ എല്ലാം വെച്ചിട്ടുണ്ടായിന്. നമ്മൾ പിന്നെ നടന്ന് നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ വേറെ 2 സ്ഥലങ്ങളിൽ കയറാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നേരെ വണ്ടിയിൽ കയറി. നമ്മൾ അടുത്തെത്തിയത് ആൻറ്റീൻ്റെ വീട്ടിലാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് എറണാകുളം വീട്. അവിടെ കൊന്നപ്പൂ പിടിച്ചില്ലത് കണ്ടുകൊണ്ട് നമ്മൾ ആൻറ്റി കുറച്ച് തന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപാട് ഞാനും ഏച്ചിയും കൂടിയിട്ട് അടുത്ത സ്ഥലത്തേക്കാണ് ചക്ക പറിക്കാൻ വേണ്ടി ചന്ദ്രമ്മേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പോകുമ്പോഴത്തേക്ക് തന്നെ ബാബുവേട്ടൻ ചക്കയെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ടായിനി. നമുക്കത് പോയി എടുക്കേണ്ട ഒരു ആവശ്യമേ വന്നില്ലോ. അങ്ങനെ വേണ്ടുന്ന കുറച്ച് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ കുറേ ചക്കയെല്ലാം അവിടെ പറിച്ച് വെച്ചു. പിന്നെ ബാബുവേട്ടൻ തന്നെ അതെല്ലാം എടുത്ത് നമ്മൾ വണ്ടിയിലേക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചന്ദ്രമ്മേനെ നമുക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ണാരപ്പുരയിലേക്ക് പോയി. അപ്പോൾ ആടെ വിഷുവിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അങ്ങനെ അവർ അവിലെല്ലാം ഇടിച്ചുണ്ടാക്കിയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ഈ കുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ച് സമയം വർത്താനം പറഞ്ഞ് നിന്ന് നമ്മളിതാ പോവാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് വേണം ബാക്കി ഒരുക്കങ്ങൾ. അപ്പോൾ അതാ നമ്മളെ ചന്ദ്രമ്മ മാക്സി ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാ.